ജോൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഡി സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യുകയാണ്. SP ശശിധരൻ നേരിട്ടെത്തിയാണ് ജയിലിൽ ചോദ്യം ചെയ്യുന്നത്. ഡി മണിയുമായുള്ള ബന്ധത്തിൽ SIT വ്യക്തത വരുത്തും. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, SITയുടെ വളരെ വേഗത്തിലുള്ള നീക്കമാണ്. ഡി മണിയെ ചോദ്യം ചെയ്തതിനുള്ള വിവരം പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയുകയാണോ ഇപ്പോൾ SIT? തീർച്ചയായിട്ടും സ്മൃതി, 2-3 കാര്യങ്ങൾ എന്തായാലും അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി മണിയുടെ ഒരു കടന്നുവരവ്, ഡി മണിയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു ഇതിൽ എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ വിഷയം പുരാവസ്തു തട്ടിപ്പ് സംഘം നടത്തിയിട്ടുള്ള വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് 3 പേർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴി പ്രകാരം അതിലൊന്ന് ഡി മണി തന്നെയാണ്. രണ്ടാമത്തേത് ഒരു ഉന്നതൻ, ആ പേര് അന്വേഷണ സംഘത്തോട് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നിലവിൽ അന്വേഷണ സംഘത്തിന് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള, ഏറ്റവും അധികം വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കഴിയുന്ന കരമന സ്പെഷ്യൽ സബ് ജയിൽ എത്തിക്കൊണ്ടാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നത്. ഡി മണിയുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു, ആരാണ് ഡി മണി, ഈ ഉന്നതൻ ആരാണ്, ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ, പണക്കൈമാറ്റം നടന്നിട്ടുണ്ടോ, ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളാണ് ഇങ്ങനെ കടത്തിയിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതൊരു കസ്റ്റഡിയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ പോലും ജയിലിലെത്തി കോടതി അനുമതിയോടുകൂടി നടത്തുന്ന ചോദ്യം ചെയ്യലായതുകൊണ്ട് തന്നെ ഏറെ നേരം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഈ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ ദേവസ്വം ബോർഡിന് പണം നൽകിക്കൊണ്ട് സ്വർണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് DD-കളായി നൽകിയത്. അതുകൂടാതെ ശബരിമലയിലെ പല സ്പോൺസർഷിപ്പിനായിട്ടും ഒപ്പം തന്നെ ഈ മാളികപ്പുറത്തിന് സ്വർണ്ണഹാരം വാങ്ങാനൊക്കെ ആയിട്ട് പണം നൽകിയിട്ടുണ്ട്. ഈ പണമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരാൾ ഡി സുധീഷ് കുമാറാണ്. സുധീഷ് കുമാറിന്റെ പേരിലാണ് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റുകളൊക്കെ തന്നെ ചെന്നിട്ടുള്ളത്. അപ്പോൾ സുധീഷ് കുമാറിന്റെ ഇതിനകത്തെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇതിനകത്തെ പങ്ക് കുറച്ചുകൂടി വ്യക്തമായി തെളിയുകയാണ്. അങ്ങനെ സുധീഷ് കുമാറിന് പറയാനുള്ളത് എന്താണെന്ന് കൂടി അറിയണം. പക്ഷേ ഈ മൊഴിയെടുപ്പൊക്കെ നടക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എന്നാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള N വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി SIT തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോറ്റിയെയും സുധീഷ് കുമാറിനെയും ജയിലിലെത്തിക്കൊണ്ട് SP ശശിധരൻ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇവരുമായി ബന്ധപ്പെട്ട ഈ 2 പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും വിവരം കൂടുതലായി തരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതായത് ഈ വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും ഇടപെടൽ സംബന്ധിച്ചുകൊണ്ട്, പോറ്റിയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും നിർണായക വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ അതൊരു വലിയ രീതിയിലുള്ള സഹായമാകും SITക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ മുൻകൂർ ജാമ്യം ഇപ്പോഴും കൊല്ലം വിജിലൻസ് കോടതി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പോറ്റിയിൽ നിന്നും സുധീഷ് കുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ വളരെ നിർണായകമാണ്. സമാന്തരമായി തന്നെയാണ് ഡി മണിയെ ഇന്ന് ചെന്നൈയിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SITയുടെ 5-അംഗ സംഘം എത്തിയിരിക്കുന്നത്. ഇന്നലെ നടത്തിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, വിവരശേഖരണം ഒക്കെ തന്നെ ഡി മണി ആരാണ്, ഡി മണി എന്തു ചെയ്യുന്നു, ഡി മണിയുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചാണ്. പക്ഷേ മണിയുടെ മറ്റ് വിവരങ്ങൾ, അതായത് ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി വ്യവസായിക്ക് നൽകിയിട്ടുള്ള മൊഴി, ആ മൊഴിക്കകത്ത് ഈ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാൻ കഴിയുക, ഡി മണിക്ക് പറയാൻ കഴിയുക, ഇത് രണ്ടും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് SIT കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഡി മണിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോറ്റിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിവരങ്ങൾ തേടുന്നത് ഇപ്പോൾ SIT.